ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ മേഴ്സി ഫോർ നൺ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചെയർമാൻ ബോങ്സാനും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ട സൺഗ്ലാസ് ധരിച്ച യോങ് ഡോയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയോടെയാണ്. ഞാൻ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മറ്റേയാൾ, ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ, ഒരുത്തൻ അവൻ്റെ വിധി അങ്ങ് സ്വീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജുൻമോ അല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചത്, അവൻ നിയമം തെറ്റിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ നിന്റെ കൂടെ നിൽക്കും? അപ്പോൾ ബോങ്സാൻ, ഞാൻ ജൂണുമായുള്ള പ്രശ്നം താൻ പരിഹരിച്ചതായും അതുകൊണ്ട് അവനിതിലൊന്നും ഇടപെടില്ലെന്നും പറയും. ഓ അങ്ങനെയാണോ, ഞാൻ കരുതി ഗീസോക്ക് അവനെ ഒരു മകനെ പോലെയാണെന്ന്. ബോങ്സാൻ പറയും, ഇപ്പോൾ ഇവിടെയുള്ള ഏക പ്രശ്നം ഗീജുണ്ണാണ്. അവൻ ചത്താൽ എല്ലാ പ്രശ്നവും തീരും. യോങ് പറയും, അവൻ ചത്താൽ എല്ലാ പ്രശ്നവും തീരും. അവനെ തീർക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം. ആ ജോലി ഏറ്റെടുക്കാൻ ബോങ്സാൻ യോങ് ഡോയോട് ആവശ്യപ്പെടുന്നു. ശേഷം ജുൻമോ ആരെയോ വിളിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സേഫ് ഹൗസിലേക്ക് പുതിയൊരു കൂട്ടം ആളുകൾ എത്തി ജുൻമോയുടെ ഇപ്പോൾ ഉള്ള എല്ലാ ഗാർഡ്സിനെയും അടിച്ചിടാൻ തുടങ്ങും. അത് ജുൻമോയുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇവൻ്റെ പേര് ജോങ് എന്നാണ്. ഗീജുണിനെ പറ്റി കേട്ട അവൻ, ഏതോ ഊച്ചാളിയോട് പോയി ഫൈറ്റ് ചെയ്യാനാണോ നീ പറയുന്നത്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഞാനൊരു ചാമ്പ്യനാടാ. ഗീജുണിനെ കൊല്ലാൻ ജുൻമോ അവനും അവൻ്റെ ഫ്രണ്ടിനും 1 ബില്യൺ വോണായിരിക്കും വാഗ്ദാനം ചെയ്യുന്നത്. എങ്കിൽ അവൻ ചത്തെന്ന് ഉറപ്പിച്ചോ എന്ന് പറയും അവൻ. ശേഷം ഈ കാര്യം അറിഞ്ഞ് കിം അവൻ്റെ ആളുകളോട്, നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും നിങ്ങളെ തല്ലി അകത്തേക്ക് കയറിയോ അവന്മാർ? അത് ജോങ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ അവൻ തന്നെയാണെന്ന് പറയും. എന്നിട്ട് ജുൻമോയെ കണ്ടുപിടിക്കാനായി പറയും. ഹോട്ടൽ, ക്ലബ്ബ് അങ്ങനെ എല്ലായിടത്തും ചെന്ന് അന്വേഷിക്കാൻ പറയും. അവിടുന്ന് ജുൻമോ കിമ്മിനെ വിളിച്ച്, ഗീജുണ്ണാണല്ലോ ഇപ്പോഴത്തെ തലവേദന, അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൊല്ലാൻ പോവുക. അവനിപ്പോൾ എവിടെ കാണുമെന്ന് ചോദിക്കൂ. ശേഷം മറ്റൊരിടത്ത് ഗീജുൺ തന്നെ സുഖപ്പെടുത്താൻ ഒരു ഡോക്ടറെ കാണുന്നു. ഇതിനായി പുറപ്പെട്ട നിന്നെ ഞാൻ കുറ്റം പറയില്ല, പക്ഷേ പ്രതികാരം ചെയ്യാനായി നിന്റെ ഈ മുറിവ് പറ്റിയ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കണം, വല്ലാതെ വൈകുന്നതിന് മുമ്പ്. തുടർന്ന് ബ്യൂങ് ഹോ ഗീജുണിനെ വിളിച്ച്, ഞാൻ നാളെ ജൂവുണിനെ കാണുമെന്നും നിയമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെടുമെന്നും പറയുന്നു. ആ സമയത്ത് അവിടെ ജുൻമോയും ജോങ്ങും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. ഗീജുണിനെ ആക്രമിക്കുന്നതിനെതിരെ ബ്യൂങ് ഹോ ജുൻമോയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ നല്ലതിന് പറയാണ്, വേഗം സ്ഥലം വിട്ടോ എന്ന് പറയും. ഇത് കേട്ട് ജുൻമോക്ക് ദേഷ്യം വരികയും അവൻ അവിടെയുള്ള ബാറ്റ് ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. എന്നിട്ട് നിർത്താതെ ആ ബാറ്റ് കൊണ്ടടിക്കും. ആ സമയത്താണ് അവിടേക്ക് കിം വരുന്നത്. അയാൾ അവനെ തടയും. നോക്കുമ്പോൾ ബ്യൂങ് ഹോ മരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് കിമ്മിനോട്, എപ്പോഴും നീ വൈകിയാണല്ലോ എത്താറ്, ഇന്ന് നേരത്തെ എത്തിയല്ലോ. നീ എനിക്ക് വേണ്ടിയാണോ ഇത്ര വേഗം ഓടി വന്നത്, അതോ ഈ ചത്ത് കിടക്കുന്നവനോ? ദേഷ്യം വന്ന കിം അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോൾ മറ്റവന്മാർ വന്ന് കിമ്മിനെ എടുത്ത് എറിയും. എന്നിട്ട് ആ ബാറ്റ് വെച്ച് കിമ്മിനെയും അടിച്ച് അവിടെ കിടത്തും. ജോങ് അവനെ പിടിച്ചു മാറ്റി ഒന്ന് മതിയാക്കെന്ന് പറയും. എന്നിട്ട് ബൂങ് ഹോൻ്റെ ഫോണിലേക്ക് ഗീജുൺ വിളിക്കും. ജുൻമോ എടുത്ത് സംസാരിക്കും. നിന്റെ കൂട്ടുകാരെല്ലാം നീ കാരണം പരലോകത്തെത്തി, ഞാനൊരു അഡ്രസ്സ് തരാം, നീ അങ്ങോട്ട് വാ എന്ന് പറയും. ശേഷം ഗീജുൺ ബ്യൂങ് ഹോയുടെ വീട്ടിലേക്ക് പോയി അവൻ്റെ മൃതദേഹം കാണുന്നു. പിന്നെ ബ്യൂങ് ഹോ അവന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ബാറ്റ് എടുത്ത് അവൻ പോകുന്നു. ശേഷം മറ്റൊരിടത്ത് ചെയർമാൻ ബോങ്സാൻ ഡിറ്റക്റ്റീവ് ഹാനെ തട്ടിക്കൊണ്ടുപോയി ഗീസോക്ക് മരിക്കാൻ പോവുകയാണെന്ന് മുൻകൂട്ടി നിനക്കറിയാമായിരുന്നുവെന്നും അയാൾ ആരോപിക്കുകയും കൂടുതൽ വിവരങ്ങൾ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം ജുൻമോ ഒരു വലിയ കൂട്ടം ആളുകളെ സേഫ് ഹൗസിലേക്ക് വിളിക്കും. നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛന് ശേഷം ഞാനാണ് എല്ലാത്തിൻ്റെയും തലവൻ. പഴയ ആളുകളെ ഒഴിവാക്കി പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് എൻ്റെ തീരുമാനം, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ. അപ്പോൾ ഇതൊരു ടെസ്റ്റാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടേക്ക് ഒരുത്തൻ കയറി വരും. അവനെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം. ഗീജുണിനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് അവർക്ക് വലിയ പണം തന്നെ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ആരാണോ അവനെ കൊണ്ടുവരുന്നത്, ഈ ബാഗ് അവനുള്ളതാണ്. പക്ഷെ കൊല്ലരുത്, അതെനിക്ക് വിട്ടേക്ക്. അധികം താമസിയാതെ ഗീജുൺ സേഫ് ഹൗസിലേക്ക് എത്തുന്നു. അവൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച ബാറ്റും കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഇതൊക്കെ കണ്ട് ജോങ്, എന്തുവാടേ, ഈ മൊണ്ണക്ക് വേണ്ടിയാണോ ഇത്രയും പണം ചെലവാക്കുന്നത്? അപ്പോൾ നീ ആദ്യം കളി കാണുന്നു പറയും. അങ്ങനെ ഗീജുൺ അകത്തേക്ക് കയറും. ഇവൻ ഒറ്റയ്ക്ക് വന്നത് കണ്ട് ബാക്കിയെല്ലാം ഇവനെ കളിയാക്കാൻ തുടങ്ങും. പിന്നീട് ഒരു റിഗ്രറ്റ് തോന്നണ്ട എന്നുണ്ടെങ്കിൽ വഴിന്ന് മാറി നിന്നേക്ക്. അങ്ങനെ അവിടുന്ന് അടി തുടങ്ങും.
ഇതൊക്കെ CCTV വഴി കണ്ട് കിളി പോയി നിൽക്കാണ് ജുൻമോക്ക്. അവൻ ജോങ്ങിനോട് നിനക്ക് അവനെ കൊല്ലാൻ പറ്റൂലേന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അത് ചോദിക്കാനുണ്ടോ? അതിനായി അവൻ ഇരട്ടി ശമ്പളം ചോദിക്കും. അതേസമയം ഓടിപ്പോയ കുട്ടികൾ ഗീസോക്കിനെ കൊന്നതായി തോന്നിപ്പിക്കാൻ ഡിറ്റക്റ്റീവിനോട് ഒരാൾ ആവശ്യപ്പെടുന്ന ഒരു റെക്കോർഡിംഗ് ഡിറ്റക്റ്റീവ് ഹാൻ ബോങ്സാനെ കേൾപ്പിക്കുന്നു. ബോങ്സാന് പരിചയമുള്ള ശബ്ദമായി തോന്നുന്നു അത്. ഒടുവിൽ എല്ലാവരെയും തോൽപ്പിച്ച് ഗീജുൻ ജുൻമോ താമസിക്കുന്ന മുറിയിൽ പ്രവേശിച്ച് ജോങ്ങിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് പണിയായിരിക്കും. കാരണം ആകെ അവശനായിട്ടായിരിക്കും ഗീജുൻ നിൽക്കുന്നത്. ഗീജുൻ ഒരു ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് ജോങ്ങിന്റെ കണ്ണിൽ കുത്തുമ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിയും. അങ്ങനെ ജോങ്ങിനെയും അടിച്ചു കൊല്ലുന്നു അവൻ. ഇത് കണ്ട് പേടിച്ച് ജുൻമോ ഒരു തോക്ക് പുറത്തേക്കെടുക്കുന്നു. പക്ഷെ ഗീജുൻ അത് അവന്റെ കൈകളിൽ നിന്നും തട്ടിത്തെറിപ്പിക്കുകയാണ്. ജുൻമോ തന്റെ ജീവന് വേണ്ടി യാചിക്കാൻ തുടങ്ങുന്നു. അവന്റെ കൈയും കാലും എല്ലാം അടിച്ചിടാൻ തുടങ്ങും. ഇഞ്ചിഞ്ചായി അവനെ തല്ലാൻ തുടങ്ങുന്നു. എന്നെ കൊന്നിട്ട് തനിക്ക് എന്ത് കിട്ടാനാ? തന്റെ ചത്ത അനിയൻ തിരിച്ചു വരും. ഇത് കേട്ട് ദേഷ്യം വന്ന അവൻ തന്റെ ബാറ്റിന്റെ ഒരടി കൊണ്ട് ഗീജുൻ ജുൻമോയെ കൊല്ലുന്നു. ശേഷം ഗീജുൻ ബോങ്സാനെ വിളിക്കുന്നു. ജുൻമോ ഗീസോക്കിനെ കൊന്നിട്ടില്ലെന്ന് അയാൾ പറയാൻ പോകുമ്പോഴേക്കും അവന്റെ കാര്യം നിയമപ്രകാരം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്ന് വെച്ചാൽ നിന്റെ മോൻ ചത്തു എന്ന് പറയും. പക്ഷെ ബോങ്സാന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവന് ഫോണ് കൊടുക്കുമെന്ന് പറയുമ്പോൾ വിധിയെ അംഗീകരിച്ചേക്ക് എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഗീജുൻ ആലോചിക്കും. ഗീസോക്ക് അന്ന് അവനെ കാണാൻ വന്നിരുന്നല്ലോ. അന്ന് ഗീജുനോട് നമുക്കിനിയും കൂടുതൽ തവണ കാണണമെന്നും പറയും. ഗീജുൻ തിരികെ പോകുമ്പോൾ മറ്റൊരു കാർ അയാളുടെ മേലിടിച്ച് അവനൊരു പാലത്തിൽ നിന്നും താഴെ നദിയിലേക്ക് തള്ളിയിടുന്നു. കയ്യിൽ പച്ച കുത്തിയ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി ആരെയോ വിളിച്ച് ഗീജുൻ മരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.